ഏതായാലും ഇന്ത്യയുടെ ഒരു തന്ത്രം, നയതന്ത്രം 1% പോലും ബാക്കിയില്ല. 1000% അഭിനന്ദനങ്ങളാണ് ഈ അഫ്ഗാൻ ഇഷ്യൂവിൽ ഉണ്ടാക്കി കൊടുത്ത പാകിസ്ഥാൻ. സത്യം പറഞ്ഞാൽ അതാണ് ആവശ്യം. അവിടെയാണ് നമ്മൾ മിറാക്കുലസ് സക്സസ് ആണ് അതിൻ്റെ അകത്ത്. ഇതാണ് തന്ത്രങ്ങൾ. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് ഇന്ത്യ ഇത് ചെയ്തത്, ഓപ്പറേറ്റ് ചെയ്തത്. ഇന്ത്യയുടെ സ്പെഷ്യൽ എൻവോയ്സ് എല്ലാം അവിടെ പോയി ഇവരുമായിട്ട് കണ്ട് സംസാരിച്ച് അതിൻ്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയെ കൊണ്ടുവരുന്നു. അവർ റിലേഷൻഷിപ്പ് സ്ട്രെങ്ത്. അപ്പം എൻ്റെ ഒരു ധാരണ, അതിൻ്റെ പേരിൽ ഞാൻ വീഡിയോ ചെയ്തത്, അതായത് അഫ്ഗാൻ എംബസിയിൽ ഇവർ ആദ്യമായിട്ട് നടത്തിയ പത്രസമ്മേളനത്തിൽ പെൺകുട്ടികളെ മാറ്റി പിന്നീട് അവർ ഇന്ത്യയുടെ നയം ഇതല്ല, പെൺകുട്ടികളെ തിരിച്ചു കൊണ്ടുവരുന്നു, സ്ത്രീകളായിട്ടുള്ള ജേർണലിസ്റ്റുകൾ. അതേപോലെ തന്നെ ഇന്ത്യയിലുള്ള അഫ്ഗാൻ എംബസിയിൽ ഇതിൻ്റെ പേരിൽ പ്രശ്നമുണ്ടായി. അപ്പോൾ സ്ത്രീകളെ അവിടെ അപ്പോയിന്റ് ചെയ്യാം, സ്റ്റാഫുകളെ. അതാ പറഞ്ഞ ഇന്ത്യക്ക് ഇത് അവരെ പ്രേരിപ്പിച്ച് മാറ്റുവാൻ കഴിയും. അമേരിക്കയ്ക്ക് പറ്റില്ല, കാരണം അമേരിക്ക അത്രമാത്രം താഴോട്ട് പോകത്തില്ല. പിന്നെ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായിട്ടൊരു പഴയ ബന്ധമുണ്ട്. ഇവിടെ തന്നെ ഈ ഡൽഹിയിൽ തന്നെ ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനികൾ താമസിക്കുന്ന കോളനികളുണ്ട്. അവരുടെ ഹാൻഡിക്രാഫ്റ്റ് വിൽക്കുന്ന എത്രയോ സ്ഥലങ്ങളുണ്ട്. നിങ്ങൾ കേട്ടില്ലേ കാബൂളിവാല? സിനിമ മാത്രമൊന്നുമല്ലേ, കാബൂളും ഇന്ത്യയും തമ്മിൽ ചരിത്രപരമായ ബന്ധമുണ്ട്. അപ്പൊ ആ ബന്ധത്തിന്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാനോട്ട്, പഴയ ഇന്ത്യയുടെ ഭാഗമായിട്ടാണ് കയറി വരുന്നത്. അല്ലാതെ ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാൻ ഇപ്പൊ താലിബാൻ ആര് ഭരിച്ചാലും അവരെയൊക്കെ മാറ്റിയെടുത്ത് ഇന്ത്യയുടെ കൂടെ, ഇന്ത്യയുടെ പ്രോക്സി ആയിട്ട്, ആ വാക്കാണ് ഉപയോഗിക്കുന്നത്, ചൈനയുടെ പ്രോക്സി ആയിട്ട് പാകിസ്ഥാൻ പ്രവർത്തിച്ചുവെങ്കിൽ ഇന്ത്യയുടെ പ്രോക്സി ആയിട്ട് ഈ താലിബാനെ മാറ്റാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് ഇന്ത്യ തെളിയിച്ചു കൊടുക്കും. കാരണം ഒരു കാരണവശാലും ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള മൈറ്റി ഫോഴ്സ് ആണ്. അവർക്കൊന്നും ഈ താലിബാൻ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം പാകിസ്ഥാൻ പട്ടാളക്കാരെ പിടിച്ചോണ്ടെന്ന് കുപ്പായല്ലോ ഊരി അവനെ കൊന്നിട്ട് അത് പബ്ലിക്കായിട്ട് കാബൂളിൽ വെക്കുന്ന രീതി, അതൊന്നും ഇന്ത്യക്ക് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. കാരണം ഗ്ലോബലായിട്ട് വലിയ ഇഷ്യൂ ഉണ്ട്. പക്ഷേ താലിബാനെ സംബന്ധിച്ചിടത്തോളം അവരിതൊക്കെ ചെയ്യും. കാരണം നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അഫ്ഗാനും പഷ്തൂൺ, ഈ താലിബാൻ എന്നൊക്കെ പറയുന്ന സംഭവം, അവർ 35-40 വയസ്സ് കഴിയുമ്പോൾ ആൾക്കാർ ചത്തുപോകും. കാരണം ഇവരെങ്കിലും ഫൈറ്റ് ചെയ്ത് വാറിലോട് അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ പോകുന്ന ഒരു രാജ്യത്തോടത്തെ ജനങ്ങൾ. നമുക്ക് ഈ അഫ്ഗാനെ പ്രോക്സി ആയിട്ട് എടുക്കുവാണെങ്കിൽ പാകിസ്ഥാന്റെ എൻറ്റയർ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് ഡീറെയിലായി പോകും. അവർക്ക് പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ നോക്കാൻ എവിടെ സമയം കിട്ടുന്നത്? ആലോചിച്ച് നോക്കണം. പാകിസ്ഥാൻ എന്തോ കംപ്ലീറ്റ് ഡിസാസ്റ്റർ ആയിരുന്നു അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ. കാരണം ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തത് ഇന്ത്യയിൽ. അതിൻ്റെ പേരിൽ അവരുടെ ആർമി ചീഫോ അവരുടെ ആൾക്കാരോ, അതായത് പാകിസ്ഥാൻ പട്ടാളത്തിലെ പഷ്തൂണായിട്ടുള്ള ആൾക്കാർ പോലും പാകിസ്ഥാൻ പട്ടാളത്തിനെതിരായി. ഈ പാകിസ്ഥാൻ താലിബാൻ എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്കറിയാം. ബേസിക്കലി ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന അവരുടെ അപ്പർ ഡോമിനേഷൻ എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പോയ പഞ്ചാബി കമ്മ്യൂണിറ്റിയാണ്. ഇന്ത്യൻ പഞ്ചാബീസാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അവരാണ് മുഴുവനും ഭരിക്കുകയും എല്ലാം ചെയ്യുന്നത്. അവരൊരു കാരണവശാലും മറ്റുള്ള ട്രൈബിനും മറ്റുള്ള ആൾക്കാരെയും റീജിയന് വന്ന ആൾക്കാരെയും, ബലൂച്ച് ആണെങ്കിലും ഇപ്പുറത്തെ പെഷവാർ ആ ഭാഗമാണെങ്കിലും, അതായത് അഫ്ഗാനിസ്ഥാൻ്റെ കിടക്കുന്ന ബോർഡർ ആണെങ്കിലും ഇവരെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ബലൂച്ചിലാണ് ഏറ്റവും കൂടുതൽ മിനറൽസും പരിപാടിയൊക്കെ ഉള്ളത്. അതാണ് ചൈനയ്ക്ക് അതിനോട് താല്പര്യം. അപ്പൊ ഇതിനകത്ത് ഇന്ത്യ ഡയറക്റ്റ് അല്ല, ഈ പറയുന്ന പാകിസ്ഥാൻ എന്ന് പറഞ്ഞ മരവിഡ്ഢികൾ കയറി അവിടെ കൊണ്ട് ബോംബ് ചെയ്തു. കാബൂളിൽ 3-4 സ്ഥലത്ത്, അവരുടെ ക്യാപിറ്റൽ സിറ്റി ഉൾപ്പെടെ 3-4 സ്ഥലത്ത് ബോംബ് ചെയ്തു. അവര് ബേസിക്കലി ഗറില്ല വാർഫെയർ ആണ് ഈ താലിബാൻ ഇത്രയും നാളും നടത്തിയത്. അവര് കയറി രണ്ടും കൽപ്പിച്ച് പാകിസ്ഥാന്റെ ബോർഡറും ഈ പട്ടാളക്കാരെയും, അവരും നല്ല ഗറില്ല വാർ ഫൈറ്റേഴ്സ്. പാകിസ്ഥാൻ ആണെങ്കിൽ ഗറില്ല വാർ ഫൈറ്റിംഗ് ഒന്നുമില്ല. അതിനകത്ത് ഇവർ അഗ്രഗണ്യന്മാരെ താലിബാൻ എത്രയോ വർഷം കൊണ്ട് ഫൈറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഇവർക്ക് ഇവിടുന്ന് വെപ്പൺസ് കിട്ടുന്നത്? കറക്റ്റ് ചോദ്യം.
അമേരിക്ക ഉപേക്ഷിച്ച് പോയ വെപ്പൺസ് ഒരു ഭാഗത്ത്, അതിൽ കുറച്ച് വെപ്പൺസ്, അമേരിക്കൻ വെപ്പൺസ് ഇറാൻ അവരുടെ കയ്യിൽ നിന്നും ഇറാൻ ഈ പറയുന്ന ഗ്യാസും പെട്രോളും എല്ലാം കൊടുത്ത് അത് കുറച്ച് മേടിച്ചു. അത് കഴിഞ്ഞ് ഇവർക്ക് ഓപ്പിയത്തിൻ്റെ ഇതുണ്ട്, മാർക്കറ്റുണ്ട്. അതായത് ഇപ്പോൾ ഗ്ലോബലായിട്ട് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സാധനം, ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന അഫ്ഗാനിസ്ഥാനിലെ ഗോൾഡൻ ട്രയാങ്കിൾ അല്ലേ ആ സംഭവം. അത് ഗ്രേ മാർക്കറ്റിൽ വിറ്റ് പണം ഉണ്ടാക്കിയിട്ട് ഗ്രേ മാർക്കറ്റിൽ നിന്ന് സാധനവും വെപ്പൺസും വാങ്ങുക. അതേപോലെ തന്നെ ഈ പാകിസ്ഥാനാണ് ഇമാരെ ട്രെയിൻ ചെയ്ത് ഇത്രയും, അതായത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ ട്രെയിൻ ചെയ്ത് വെപ്പൺസ് കൊടുത്ത് അതേ വെപ്പൺ വെച്ച് പാകിസ്ഥാൻ പട്ടാളത്തെ അടിച്ചു. സീ ദ ബ്യൂട്ടി. ഇതല്ലേ നമുക്ക് ആവശ്യം. അല്ല, നമ്മളെന്തിനാ ഈ പാകിസ്ഥാൻ്റെ കൂടെ കോൺഫ്ലിക്റ്റും വാറിനും പോകുന്നത്? ഇവരെ വെച്ചങ്ങ് ഫൈറ്റ് ചെയ്താൽ മതി. ഇവരുടെ ഈ പാകിസ്ഥാനിലെ പൊളിറ്റിക്സും പട്ടാളം മുഴുവനും അവിടെ അങ്ങ് എൻഗേജ്ഡ് ആകും. എത്രയോ പാകിസ്ഥാൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടത്, അഫ്ഗാനിസ്ഥാൻ താലിബാൻകാരും കൊല്ലപ്പെട്ടു. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പാകിസ്ഥാന് പ്രശ്നം ഉണ്ടായത് പാകിസ്ഥാന്റെ പല പ്രവിശ്യകളിലും ഈ പാകിസ്ഥാൻ താലിബാൻ ഭയങ്കര സ്ട്രോങ്, അവരുടെ വെപ്പണുണ്ട്. ഇവർ ഈ ബോർഡർ പോസ്റ്റ് നോക്കുന്ന അകത്തു നിന്ന് വടി പുറത്തു നിന്ന് വടി പല ഭാഗത്ത് വടി മൾട്ടിപ്പിൾ ആയിട്ടാണ്. കാരണം പാകിസ്ഥാൻ താലിബാൻ പാകിസ്ഥാൻ്റെ അകത്താണ്. അതിൻ്റെ പല നേതാക്കളും മാത്രമേ ഉള്ളൂ അഫ്ഗാനിസ്ഥാനിൽ. ഇവർ ഫൈറ്റ് ചെയ്യുന്ന ആ ടെറിട്ടറി മുഴുവനും പാകിസ്ഥാനിൽ ലിബറേറ്റ് ചെയ്യാൻ അപ്പുറത്ത് ബലൂച്ചുകാർ. ഇങ്ങനെയാണ് ഈ അടി പോകേണ്ടത്. ഇവിടെ ഇന്ത്യ എത്രയും പെട്ടെന്ന് ചെയ്യുന്ന ചബാർ എന്ന് പറഞ്ഞ പോർട്ട്, അത് ഇറാനിയൻ പോർട്ടാണ്. ആ പോർട്ട് അതിൻ്റെ സാങ്ഷൻ എന്ന സംഭവം അമേരിക്കയുടെ നിന്ന് മാറ്റിയെടുക്കുക. കാരണം ആ അഫ്ഗാനിസ്ഥാനിലോട്ട് സാധനങ്ങൾ പോകേണ്ട ആ റൂട്ടിലാണ്. കാരണം അഫ്ഗാനിസ്ഥാനുമായിട്ട് അവർക്ക് ആഹാരവും ഭക്ഷണവും ഈ പറയുന്ന പോലെ ആംബുലൻസും ഇതും പിന്നെ നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങും പല ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ നല്ല പ്രോക്സി ആയിട്ട് അവരെ കൊണ്ടുവരാം. കൂടുതലും ഇവരെ അടുപ്പിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്കറിയാം, ഈ താലിബാൻ പിടിച്ചെടുത്ത സമയത്ത് ഇവരുടെ പല നേതാക്കളും പറഞ്ഞ് അടുത്ത നാളെ കാശ്മീർ പിടിക്കാൻ പോവാണ്. കൃത്യമായിട്ട് കാശ്മീർ എന്ന് പറയുന്നത് പാക് ഒക്കുപ്പൈഡ് കാശ്മീർ ഉൾപ്പെടെ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ നടത്തി ഇവരെ കൊണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുപ്പിച്ച് ഏറ്റവും നല്ലതായി. അതിനകത്ത് മനസ്സിലാക്കേണ്ടത്, കുറച്ചൊക്കെ കഴിയുമ്പോൾ ഇവരൊരു ഇസ്ലാമിക ബ്ലോക്കിന്റെ ഭാഗമായിട്ടാണ് സുന്നി. പക്ഷേ ഈ താലിബാൻ്റെ അകത്ത് സുന്നികളുമുണ്ട്, മറ്റ് പല ഭാഗക്കാരുടെ കുർഗിസ്ഥാൻ അങ്ങനെയുള്ള പല പോരാളികളും ഈ പറയുന്ന മിലിറ്റൻ്റ് എല്ലാം കൂടി ഒരുമിച്ചുള്ള സംഭവമാണ്. ഇതിനകത്ത് പല വാർലോഡുകളുണ്ട്. ഓരോ പ്രദേശവും ഓരോ സ്റ്റേറ്റ് എന്ന് പറയത്തില്ലേ. അപ്പം അവരും അവരുടെ സേനയൊക്കെ അപ്പം എല്ലാം കൂടെ താലിബാൻ എന്ന് പറയുമ്പോഴും ഇതിനകത്ത് 100-200 ഗ്രൂപ്പുകളുണ്ട്. പക്ഷെ ഇത്രയും വർഷം റഷ്യക്കെതിരെ ഇവർ ഫൈറ്റ് ചെയ്തു. അതിനുശേഷം അമേരിക്കയ്ക്കെതിരെ ഫൈറ്റ് ചെയ്തു. അവർ വീണ്ടും അത് കാബൂൾ പിടിക്കുന്നു. അപ്പം ഇവരും ഫേസ് ചെയ്യുന്നൊരു സംഭവമുണ്ട് താലിബാൻ. അതായത് അതിനേക്കാളും വലിയ ISIS പോലെയും അതേപോലെ അൽഖയ്ദ പോലെയുള്ള ഒരു ഗ്രൂപ്പുണ്ട് താലിബാനെ എതിർക്കുന്നത്. ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിൽ. അപ്പം അവർക്ക് ഇതേപോലെ ഇസ്ലാമിക സംഭവങ്ങൾ നേരിടുന്ന ഗ്രൂപ്പ് തന്നെയാണ് ഇപ്പം താലിബാൻ. അവർ ഈ രീതി റിഫോം ചെയ്ത് വരുമെന്നുള്ളതാണ് പ്രതീക്ഷ. പക്ഷെ അവരും ഇതേപോലെ ഇസ്ലാമിക ടെററിസം നേരിടുന്ന ഈ താലിബാൻ ഭരണകൂടം ഇതിനെ എങ്ങനെ ഇത് ഫർദറായിട്ട് കൊണ്ടുപോകുന്നുള്ളതാണ് കണ്ടത്. ഏതായാലും ഇന്ത്യൻ മിഷൻ ഓപ്പൺ ചെയ്യാൻ പോകുന്നു. അവിടെ വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി, കാരണം എഡ്യൂക്കേഷൻ അവിടെ കുട്ടികൾ കൊടുക്കും. കാരണം ആ പരിപാടിയൊന്നുമില്ല. പക്ഷേ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ഇവർക്ക് ആഹാരവും ഇവർക്ക് മരുന്നും സഹായങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ, അതായത് ഇപ്പം അവിടുന്ന് ഇഷ്ടം പോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇന്ത്യയിൽ വരും. കാരണം നല്ല ഒരു ചെറിയ രീതിയിലുള്ള ട്രേഡും ഒക്കെ നടത്തുവാണെങ്കിൽ അപ്പം ആ രാജ്യത്തെ മാറ്റിയെടുത്ത് ഇന്ത്യയുടെ പ്രോക്സി ആയിട്ട് മാറ്റാം. അതേപോലെ തന്നെ മറ്റു ഇഷ്ടപ്പെട്ടൊരു നയതന്ത്ര വിജയമാണ് ഈ അടുത്ത സമയത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തീരുമാനിക്കുന്ന അഡാനി കമ്പനി ജാർഖണ്ഡിൽ പവർ ജനറേറ്റ് ചെയ്ത് അത് ബംഗ്ലാദേശിന് കൊടുക്കാൻ. ഇതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള പൊളിറ്റിക്കൽ മൂവാണ്. കാരണം ബംഗ്ലാദേശുമായിട്ട് നമ്മൾ അത്ര ശത്രുതയിൽ പോകാൻ പറ്റില്ല. അതാണ് ഞാൻ ചൈനയുടെ കാര്യത്തിൽ വലിയ അടുപ്പം വേണ്ട, പക്ഷെ വലിയ ശത്രുതയിലും ഒക്കെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അത് ഇന്ത്യയെ ബാധിക്കും. ഒരു കാര്യം ഞാൻ പറയാം, ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാൻ എന്ത് കുന്തമാണ് നഷ്ടപ്പെടുന്നേ.
ഇന്ത്യയുടെ ഏകദേശം 12 എയർപോർട്ടുകളാണ് ഓപ്പറേഷൻ സമയത്ത് മുഴുവനും ബ്ലോക്കായി പോയത്. ഡൽഹി മാത്രം ബ്ലോക്കായില്ല. പക്ഷേ ഈ ഡൽഹി ഉൾപ്പെടെ അതാണ് ഈ വാറുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പ്രശ്നം എന്ന് പറയുന്നത്. ഇന്ത്യ ഡെവലപ്പിംഗ് നേഷനാണ്. പാകിസ്ഥാൻ എവിടെ ഡെവലപ്മെന്റ്? 2-3 എയർപോർട്ടും ഉണ്ട്. അതിൻ്റെ GDP ആണെങ്കിൽ സാക്ഷാൽ നമ്മുടെ തമിഴ്നാടിനേക്കാളും താഴെയാണ്. ഇതാണ് സ്ഥിതി. അവർക്കെന്ത് നഷ്ടപ്പെടാൻ? അതുകൊണ്ടാണ് ഞാൻ ഇന്ത്യ പാകിസ്ഥാൻ വാറോ ഇന്ത്യ ചൈന വാറോ ഇതിലേക്ക് പോകരുത്. ഇതേപോലെയുള്ള പ്രോക്സീസിനെ ഉണ്ടാക്കി അറ്റാക്ക് ചെയ്യിപ്പിച്ചോണം. അതോടുകൂടി ഇന്ത്യയുടെ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മൾ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി, ഇൻ്റർനാഷണൽ ഫോറത്തിലൊന്നും നമുക്ക് ഇതിനെപ്പറ്റി പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഇടപെട്ടാലും ആരിടപെട്ടാലും അതൊക്കെ അവരുടെ കാര്യം, അവരുടെ ഡൊമസ്റ്റിക് കാര്യങ്ങളെന്ന രീതിയിൽ അങ്ങ് തള്ളിപ്പോവുകയും ചെയ്യും. ഇനി ഫർദറായിട്ട് ആരും ഇടപെടുന്നത്. ഇപ്പോഴ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ്റെ അകത്ത് ഒരു സീസ് ഫയർ സൊല്യൂഷൻ കൊണ്ടുവന്നിരിക്കുന്ന ചൈനയ്ക്കറിയാം ഈ പറയുന്ന ഈ താലിബാൻ എന്ന് പറയുന്ന ആളെ ചൈനയ്ക്ക് പ്രശ്നമാണ്. അവിടെയുള്ള റീജിയനിലെല്ലാം പ്രശ്നമാണ്. കാരണം ഇതേപോലെയാണ് ഇതിനെ വളർത്തിയെടുക്കേണ്ടത്. അപ്പം ആ ഒരു പ്രോക്സി ആയിട്ട് നല്ല അടുപ്പം കൊണ്ടുണ്ട്. ഒരു കാര്യം അവസാനം കൺക്ലൂഡ് ചെയ്തൊരു പാട്ടെന്ന് പറയുന്നത്, നമ്മളിപ്പം ഒരു 100 രൂപ കൊടുക്കുന്നു, ചൈന വന്നൊരു 150 രൂപ കൊടുത്ത് അങ്ങോട്ട് പോകുന്ന രാജ്യമേത്? അത്രയേ ഉള്ളൂ. അവർ കൂടുതൽ സഹായിക്കാൻ തന്നെ അങ്ങോട്ടങ്ങ് പോകും. ഇപ്പം ചൈനയ്ക്കും ഇറാനും മറ്റുള്ള രാജ്യങ്ങൾക്ക് പ്രശ്നം, ഇവർ പെനട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ഇസ്ലാമിക തീവ്രവാദം, അതായത് ചൈനയിലും ഇസ്ലാമിക തീവ്രവാദമൊക്കെ ഉള്ള രാജ്യമാണ്. അത് ആരും മറന്നു കളയൊന്നും ചെയ്യരുത്. വിസിബിൾ അല്ല എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ തല കുപ്പി വെക്കാനും താടി വളർത്താനും അതേപോലെ തന്നെ പള്ളിയിൽ പോകാൻ പോലും പള്ളി പോലും വിലക്കാണ്. അങ്ങനെയുള്ളവരെയൊക്കെ പറയുന്നതിന് ഭ്രാന്താണെന്ന് പറഞ്ഞ് വലിയ ഫുട്ബോൾ കോർട്ടിൽ കൊണ്ടിട്ട് അവരെ കൗൺസിൽ ചെയ്ത് മാറ്റുവാണ് ചൈന. അപ്പം അങ്ങനൊരു ഭാഗത്ത് ഇത് നിൽക്കുകയും, അതായത് ഇന്ത്യയുടെ നല്ല പ്രോക്സിയായിട്ട് അഫ്ഗാനിസ്ഥാനെ പല പരിമിതികൾ കൂടെ വളർത്തിയെടുത്താൽ, അപ്പോഴും ആലോചിക്കേണ്ട പല പ്രശ്നങ്ങളുണ്ട്. എല്ലാം നമ്മളിപ്പോൾ റിസൾട്ട് നോക്കുമ്പോഴും അത് പൊട്ടൻഷ്യലി ഒരു 100% നമുക്ക് സക്സസ് ചെയ്യാൻ പറ്റുമ്പോഴും അതിനകത്തൊരു 75% സക്സസ് ആയാലും നമ്മൾ വിജയിച്ചു. നമ്മുടെ ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ഇത്രമാത്രം എൻഗേജ്മെൻറ്റ് ഇന്ത്യൻ ബോർഡറിൽ നിന്നും മാറ്റുക എന്നുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അടിയന്തരമായ ആവശ്യമാണ്. അല്ലെങ്കിൽ ഈ തണുപ്പ് 40 ഡിഗ്രിയിലൊക്കെ ഇപ്പോൾ തണുപ്പ് തുടങ്ങി. അതേപോലെ ഇന്ത്യൻ ബോർഡറിലൊക്കെ ഹ്യൂജ് മണിയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. കാരണം ഇത്രമാത്രം പട്ടാളക്കാർ എൻഗേജ്ഡ് ആകുകയാണ്. അവരെ ക്യാമ്പിൽ കൊണ്ടുവരിക, അതായത് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ നോർമലായിട്ട് വന്ന കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകണം. അതിനും ഇതേപോലുള്ള പ്രോക്സീസിനെ ആക്ടിവേറ്റ് ചെയ്യുവാണെങ്കിൽ ബലൂച്ച്, ഈ സംഭവങ്ങളൊക്കെ ഏറ്റവും വലിയ സക്സസ്ഫുൾ തന്ത്രമായിരിക്കും. അതോടുകൂടി പാകിസ്ഥാൻ്റെ വെടി തന്നെ തീരും. കാരണം ഈ പ്രശ്നവും ഷബാസ് ഷെരീഫും അസിദ് മുനീറും ഈ ചാട്ടവും ബഹളവും ഒക്കെ തീരും. അത് തീരേണ്ടത് ഇന്ത്യയുടെയും കൂടി ഏറ്റവും വലിയ ആവശ്യമാണ്. എനിവേ, വൺസ് അഗെയിൻ ഇന്ത്യയുടെ തന്ത്രങ്ങൾ, അഫ്ഗാനിസ്ഥാനുമായിട്ടോ താലിബാനുമായിട്ടുള്ള തന്ത്രങ്ങൾ അഭിനന്ദനാർഹം തന്നെയാണ്, ഒരു സംശയമില്ല.